ഒറ്റക്കെട്ട് അല്ലേ? 7 ലാറിയാണ് ഇതിന്റെ വില. ഈ സാധനം തെബിലീസിൽ 9 ലാറി കിട്ടും. ഇത് ഇവിടുന്നാണ് പ്രൊഡക്റ്റ് അങ്ങോട്ട് തെബിലീസിലേക്ക് പോണത്. അപ്പൊ ഇങ്ങനെ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ അർത്ഥം. ഇത് കുറച്ച് കൊണ്ടുപോകണം കേട്ടോ. എത്രയും കൊണ്ടാകും. നടത്തലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നാട്ടിൽ കത്തിക്കാണ്. എന്തോരം ഇത് കുറച്ച് വേണം. ഇതിപ്പോ എന്താ എവിടെ ഉണ്ടായിരുന്നു? അവിടെ തല ഇങ്ങനെ പുറത്ത് ഉള്ളിൽ കൊല്ലാ വലിയണില്ലല്ലോ. ചീസാണ് ഇവിടുത്തെ മെയിൻ ഭക്ഷണം തന്നെ, ചീസും റൊട്ടിയും. അപ്പൊ ആ ചീസുകൾക്ക് വേണ്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ മുഴുവനും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു സാധ്യതയുണ്ട്. ഈ ഒരു നട്ടുച്ച നേരത്ത് ഒരു ചെറിയൊരു വെയിലുണ്ട്, അത്രേ ഉള്ളൂ. കൃഷിയൊക്കെ മുളയ്ക്കാനുള്ളൊരു വെയിൽ, എന്നാലും വേർക്കണമൊന്നുമില്ല. ഇന്ന് നമ്മൾ ജോർജിയയിലെ തെബിലിസി പട്ടണത്തിൽ നിന്ന് പോകുന്നത് അസർബൈജാൻ ബോർഡറിലേക്ക് ഒരു വലിയ തോട്ടത്തിലേക്ക്, ഒരു ഫാമിലേക്കാണ്. നമ്മളെ കൂടെ ഒരു ജോർദാൻ ആൻറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ ഷൗക്കത്ത് ഉണ്ട്, വഹാബ്ജി ഉണ്ട്, റഹ്മാനി ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ്. ആ ഫാം ഒന്ന് കാണണം. ഫാമിൽ ഒരുപാട് സംഭവങ്ങൾ അവിടെ വെച്ച് കാണാം. ടൗണിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ കാണും തെബിലിസി പട്ടണത്തിൽ നിന്നും ഈ ഒരു ബോർഡറിലേക്ക്, അസർബൈജാൻ ബോർഡറിലേക്ക്. അവിടെയാണ് നമ്മുടെ 65 ഹെക്ടർ സ്ഥലം. നീല അപ്പം നമ്മളെ ഫാമിന്റെ തുടക്കാണ്, ഈ ഗേറ്റാണിത്. ഏകദേശം 10-75 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു തോട്ടം. ഇപ്പോൾ റുമാമ്പഴം ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. റുമാമ്പഴം ഇതാർക്കും വേണ്ട, കേടന്ന് പോവുക. കാരണം ഇവിടെ നിന്ന് 100 കിലോമീറ്റർ ഉണ്ട് ടൗണിലേക്ക്. ഒന്ന് കൊണ്ടുപോകണം, അപ്പോൾ ആ ഒരു നോട്ടല്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ജോർജിയയിലെ തെബിലിസിൽ നിന്നൊരു 100ഓളം കിലോമീറ്റർ ഉള്ളോട്ട് ഒരു ഫാമിലേക്ക്, ഒരു കാട്ടിലേക്ക്, ഒരു തോട്ടത്തിലേക്ക്. മലയാളികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കാട് മേടിച്ചു അല്ലെങ്കിൽ ഒരു ഫാം മേടിച്ചു. എൻ്റെ കൂടെ ഷൗക്കത്ത്, പുള്ളിയുടെ സുഹൃത്ത് വേറെ, എന്നെയും ഇതിൽ ഉൾപ്പെടുത്തി. അതല്ലേ രസം. നമ്മൾ ഇതിന്റെ പാർട്ണറായി. മാഷാ അല്ലാഹ്. ഈ ഫാം കാണാൻ വന്നാണ്. ഫ്രൂട്ട്സുകൾ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ ഉറുമാമ്പഴം, പിന്നെ ആപ്പിൾ ഉണ്ടാ? അതൊക്കെ തണുപ്പ സീസൺ അല്ല, പിന്നെ 2 മാസം കൂടെ ആപ്പിളാവും. പിന്നെ ആ സൈഡ് അങ്ങനെ മുന്തിരിത്തോട്ടം അങ്ങനെ. ഇത് എന്ത് മരണം അതൊക്കെ? ഇത് നമ്മളെ എന്താ പറയാ, വാൽനട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ട വാൽനട്ട് കേട്ടോ. ഇപ്പൊ സമയമല്ലല്ലോ വാൽനട്ടിന്റെ സൈഡ് അല്ല. പിന്നെ ചെറികളില്ല, ബെറി, മൾബറി, ബ്ലാക്ക്ബെറി. പിന്നെ ഇത്രയും ഇതൊക്കെ നമ്മൾ 14ഓളം നമുക്ക് പശുക്കളൊക്കെ വളർത്തി ഇതിൽ നല്ലൊരു കൃഷിത്തോട്ടാക്കി മാറ്റാം. താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വരട്ടെ. 77 ഏക്കർ സ്ഥലം. ഇത് അസർബൈജാന്റെ ബോർഡറിലെ ആ മല, അപ്പുറത്തെ കാണുന്ന മലയൊക്കെ പിന്നെ അപ്പുറത്തേക്ക് അസർബൈജാനാണ്. ഇത് ജോർജിയ അല്ലേ? ഇത് ജോർജിയ, അപ്പുറത്തെ അസർബൈജാൻ. ഒരു രാജ്യത്തിന്റെ ഒരു ബോർഡറിലെത്തി. ചെറി ഇത് ചെറിയല്ലേ സൗഖ്യത്തെ? ചെറി എടുക്കട്ടെ? മനുഷ്യ വരക്കിട്ട് കൊട്ടിരിക്കട്ടോ. റഹ്മാനിയെ ഓടി വാ. ഈ ഒരു രംഗം ബിസ്മില്ലാ ആദ്യം ഉദ്ഘാടനം ചെയ്യാനേ. എന്ത് വിലക്കാണ് ഇപ്പൊ ഇതൊക്കെ ഇവിടെ വിൽക്കണത് കണ്ടാ? ബിസ്മില്ലാ. എന്നിട്ടേ നല്ല മുള്ളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ഓ ഇത് കുറച്ച് കൊണ്ടുപോകണം കേട്ടോ. എത്രയും കൊണ്ടാണ് നടത്തലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നാട്ടിൽ കത്തിക്കാണ്. എന്തോരം ഇത് കുറച്ച് വേണം. വാ, എവിടെയും ഏത് രാജ്യത്ത് ചെന്നാലും ഒരു മലയാളിയുടെ കയ്യൊപ്പ് എവിടെ ഉണ്ടാവും. ഇപ്പൊ ചന്ദ്രനിൽ പോയപ്പോൾ അവിടെ ചന്ദ്രയാൻ ഇറങ്ങുമ്പോൾ അവിടെ ആദ്യം ഒരു ചായക്കട തുടങ്ങണം ചന്ദ്രനിൽ എന്ന് പറഞ്ഞത് ഒരു മലയാളിയാണ്. എന്ന പോലെ ജോർജിയയുടെ ഈ ബോർഡറിൽ ഇങ്ങനെ ഒരു ഫാം 75 ഏക്കർ അപ്പോൾ അവർ വാങ്ങിയതാണ് എല്ലാവരും കൂടിയിട്ട്, കുറച്ച് ആൾക്കാർ കൂടി. ഇനി ഇതിൽ ഫാം പശുക്കളെ ഇറക്കണം, ആടിനെ ഇറക്കണം, പലതും ഇറക്കി പല കൃഷിയും നടത്തി. ഒരു ജോർദാൻ ഇപ്പോൾ ഇത് പശുവിനൊക്കെ ഇറക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വീണ്ടും ബെറിയുടെ മരം വീണ്ടും. ഇതൊക്കെ ബെറിയാണ്. ഇതിപ്പോൾ എന്താണ്? പ്ലംസ് അല്ലേ? പ്ലംസ് വാൽനട്ട്.
ഇതാണിപ്പോൾ ജോർജിയക്കാരൻ ഇവിടെ നിന്ന് നോക്കണ ആളാണിപ്പോൾ ഇതൊക്കെ. ഈ വയസ്സായ ആളാണിപ്പോൾ നോക്കണത്. ഈ രണ്ട് മനുഷ്യന്മാർ അല്ലേ, ഇവരാണ് നോക്കണത്. ഇവനാണ് ഇവിടുത്തെ കാര്യസ്ഥൻ, ഇവിടുത്തെ ഒറിജിനൽ ജോർജിയക്കാരൻ. ഈ ഫാമിലാണോ ഇരിക്കണത്? ഇവനോ? ഇത് ഈ പറമ്പിന്റെ നിങ്ങൾ ആധാരമുള്ള ഓണർ. ഓക്കെ, അതെ നമ്മളെ സവാക്ക്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഇവിടെ താമസിക്കാനുള്ള വീട് ഇതൊക്കെ ഉണ്ടല്ലേ ഇവർക്ക് താമസിക്കാൻ. ബെറികളാണ് ഇതൊക്കെയാണ്, ബ്ലാക്ക് ബെറികൾ. കുഞ്ഞു കുഞ്ഞിത് പൂക്കളൊക്കെ ഇടേണ്ട ബ്ലാക്ക് ബെറികളുടെ പൂവ്. അപ്പൊ ഇവിടെയാണ് പശുക്കളാല. അവിടെയൊക്കെ ഷെഡുകളുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെ മരം? അതൊക്കെ ഫ്രൂട്ട് മരമാണല്ലോ, ചെറിയ. ഈ മരം എന്താണ്? ആ വലിയ മരം എന്താണ്? നമ്മൾ എടുത്തതിന് ശേഷം നിങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അറിയാത്ത. ഇപ്പോഴും ഈ പറമ്പിൽ കിട്ടുവാണ് മോനെ. എങ്ങനെ പിടിയാ? എന്തെങ്ങനെ പിടിച്ചിട്ടുണ്ട്? എത്ര കൊല്ലം മുമ്പ് സാധനക്കാരുണ്ട്. ഇതിപ്പോ എന്താ എവിടെ ഉണ്ടായിരുന്നു? അവിടെ തല ഇങ്ങനെ പുറത്ത് ഉള്ളിൽ കൊല്ലാ വലിയണില്ലല്ലോ. എന്തേ ആമ കുഞ്ഞേ പോയിക്കോട്ടല്ലേ? ഇയാളിപ്പോൾ എന്തിനാ ഇവിടെ നിൽക്കണ്? പോയിക്കോ, പോയിക്കോളിട്ടോ. ഇങ്ങനത്തെ 6 തൊഴുത്ത് പോടേണ്ടത് പറഞ്ഞു. ഇപ്പോൾ പശുക്കളൊന്നുമില്ല, നമുക്കിനി വളർത്തണം അല്ലേ പശുക്കൾക്ക്. പണ്ട് കാലത്ത് റഷ്യ ഉണ്ടാക്കി വിട്ടു പോയത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ഇപ്പോഴും ഇത് ഇങ്ങനെ തന്നെ കിടക്കണം. USSRന്റെ കീഴിലായിരുന്നല്ലോ ഈ ജോർജിയം, എല്ലാം കൂടെ റഷ്യ ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി, അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. എത്ര പശുക്കൾ ഇതിൽ വളർത്താം? ഇങ്ങനത്തെ 2, 3 ഇനി 4 ടോട്ടൽ ആ പാത്രങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ പശുക്കളെ വളർത്തണില്ല, വൈക്കോലൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഫാം ഏറ്റെടുക്കുമെങ്കിൽ ഈ തൊഴുത്ത്, ഒരു അലാക്കിൻ്റെ തൊഴുത്ത്, ഇതിൽ പശുക്കളെ വളർത്തണു. രാത്രി ഇതിൽ വരുന്നു, പകല് പുറത്തേക്കണ്ട് ഇറക്കി വിടുന്നു. ആ പുല്ലൊക്കെ കൂടി പുള്ളിക്കാരൻ തിന്നിട്ട് അടിപൊളിയായിട്ട് വരും. കാരണം പാല്, വെണ്ണ ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ മെയിൻ വിഭവങ്ങൾ. ചീസാണ് ഇവിടുത്തെ മെയിൻ ഭക്ഷണം തന്നെ, ചീസും റൊട്ടിയും. അപ്പോൾ ആ ചീസുകൾക്ക് വേണ്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ മുഴുവനും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സാധ്യതയുണ്ട്. ഇതൊരു കൃഷിക്കാരനാണ്, പശുക്കളെയൊക്കെ നോക്കുന്ന ഒരു ജോർജിയക്കാരൻ. കണ്ടിട്ട് ഒരുപാട് പ്രായം തോന്നും. ഇയാൾക്ക് പശുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു പാവം കൃഷിക്കാരൻ. അതെ, ഇവിടുത്തെ കൃഷിയുടെ പുല്ല് ഒറ്റക്കെട്ട് അല്ലേ? 7 ലാറിയാണ് ഇതിന്റെ വില. 7 ലാറി ഈ ഒരു ഒറ്റക്കെട്ടിന്. ഈ സാധനം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സാധനം തെബിലീസിൽ 9 ലാറിക്ക് കിട്ടും. ഇത് ഇവിടെ നിന്നാണ് പ്രൊഡക്റ്റ് അങ്ങോട്ട് തെബിലീസിക്ക് പോണത്. അപ്പൊ ഇങ്ങനെ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ അർത്ഥം. നമുക്ക് ഇതിന്റെ കോസ്റ്റ് വരെ 1 ലാറിയേ വരുള്ളൂ, ഒറ്റ ലാറിന്റെ പ്രൊഡക്റ്റ്. ഇവിടെ ഒന്ന് കൊണ്ടുപോയിക്കോളും. മരം കൊണ്ടാണ്, ചൂടുണ്ടാവില്ല, എപ്പോഴും നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ പശുക്കൾക്കൊക്കെ AC ആവശ്യമില്ല. ഇവിടെ തണുപ്പാണല്ലോ. ഏറിയാൽ ഇതേ ഇപ്പോൾ ഒരു ജൂലൈ ആണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ ജൂലൈയിൽ ഇപ്പോൾ ഈ ഒരു നട്ടുച്ച നേരത്ത് ഒരു ചെറിയൊരു വെയിലുണ്ട്, അത്രേ ഉള്ളൂ. കൃഷിയൊക്കെ മുളയ്ക്കാനുള്ളൊരു വെയിൽ. എന്നാലും വിയർക്കണമൊന്നുമില്ല. ഇത്ര നടന്നിട്ടും ഒരു വിയർപ്പില്ല, കാരണം വെയിൽ നല്ലോണം ഉണ്ട്. കാരണം എന്താ, ഒരു 24-25 ഡിഗ്രിയാണ് ഇപ്പോൾ. ഇതാണ് ഏറ്റവും ഇവിടുത്തെ കൂടിയ ചൂട്. കക്കേത്തി ഫാമിൽ നിന്നും തിരിച്ച് തെബിലിസി എന്ന പട്ടണത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഗ്രാമങ്ങളിലുള്ള കാഴ്ചയാണ്. ഗ്രാമങ്ങൾ എപ്പോഴും വളരെ ഉള്ള പശുക്കളും ആടുകളും കൃഷികളും പുല്ലുകളും ചാണകവും ഒക്കെയുള്ള ഗ്രാമക്കാഴ്ചകളും. ഇവിടുത്തെ മനുഷ്യന്മാരും വളരെ നോർമലാണ്. മീനക്കാഴ്ചകളാണ്. എന്താ കഥ, എന്താ സൈസുള്ള സാധനങ്ങൾ കേട്ടോ. പടച്ചോനെ മോനെ, എന്തുവാടാ ഇതൊക്കെ ഇങ്ങോട്ട് വിട്ടാണ്ടല്ലോ. നമുക്കതൊരു 10 മേടിച്ചിട്ടേ ഇവിടെ ഇങ്ങനെ വിടുക. പാലും നെയ്യും ഇങ്ങനെ വരും ഒന്നായിട്ട്. എന്തോ ഒരു രസമുള്ള ആ ഫാമിലേക്ക് നമുക്കിതാണ് വാങ്ങേണ്ടത്. മാഷാ അല്ലാഹ്. Yes. Bibi. Yeah.